ഇന്ന് നമുക്കൊരു മീൻ റോസ്റ്റ് തയ്യാറാക്കിയെടുത്താലോ? അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ മത്തി ഉപയോഗിച്ചിട്ടാണ് ഈ റോസ്റ്റ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഏത് മീൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ മത്തി നല്ലപോലെ കഴുകി 2 സൈഡും വരഞ്ഞിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും വരഞ്ഞു വെക്കുന്നത് നമുക്ക് മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല നമുക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ മത്തി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള മുളക് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മത്തിയുടെ അളവനുസരിച്ച് ഈ മുളക് പൊടിയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം പെരിഞ്ജീരകമാണ്. അത് 1 ടീസ്പൂൺ അളവിലുള്ള പെരിഞ്ജീരകം, അത് പൊടിക്കാണ്ട് മുഴുവനോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ കൈ ഉപയോഗിച്ചിട്ടോ അതോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ മത്തിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ സമയമൊക്കെ ചുരുങ്ങിയ സമയം വെക്കാം. കൂടുതൽ സമയം വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ അരമണിക്കൂർ കവർ ചെയ്തിട്ട് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് മറ്റൊരു പാനിൽ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് ടേസ്റ്റി റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ മറ്റൊരു പാൻ എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് മത്തി പൊരിക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ സബോളയൊക്കെ വഴറ്റിയെടുക്കുന്നത് റോസ്റ്റ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ മത്തി ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ഒന്നൊന്നായിട്ട് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ 1.5 കിലോ മത്തിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ട്രിപ്പായിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല വൈഡൊക്കെ ആയിട്ടുള്ള പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ട്രിപ്പിന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ മത്തി നമ്മൾ ഒരുപാട് മൊരിയൊന്നും വേണ്ട, നമ്മൾക്ക് ഒന്ന് ആവശ്യത്തിന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ മത്തിയൊക്കെ ഒരുപാട് മൊരിഞ്ഞു കഴിഞ്ഞാലും അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ 2 സൈഡും നമുക്ക് ആവശ്യത്തിന് തയ്യാറായി എന്ന് കണ്ടാൽ നമ്മൾ 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ പൊരിച്ച് കോരിയെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ടെന്ന് പറയുന്നത്, നമ്മൾ അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഇതിൽ സബോളയൊക്കെ വാട്ടുന്ന സമയത്ത് ആ ഓയിലൊക്കെ കോരി കളയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ 2 ബാച്ചായിട്ടാണെങ്കിൽ 2 ബാച്ചായിട്ട് നമ്മൾ മത്തി പൊരിച്ച് കോരിയെടുക്കുക. ഇനി ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിടുകയാണ്. ഇനി ഞാൻ ഇതേ ഓയിലിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള മത്തിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡും മൊരിഞ്ഞൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ച് കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ നമുക്ക് സബോള തക്കാളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓയിൽ അധികം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ആവശ്യത്തിന് മാത്രം മതി. അധികം ഓയിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 സബോള, അതേപോലെ തന്നെ 1 പിടി ചെറിയ ഉള്ളി, തക്കാളി 2 എണ്ണം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ നമുക്ക് വാടി കിട്ടും. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമുക്കിത് അടിയിലൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലപോലെ വഴന്ന് കിട്ടും കേട്ടോ. ഇനി ഇത് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡറും കൂടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പൊരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് മീൻ ഉടയാണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ശ്രദ്ധയോടെ നമുക്ക് ഈ തേങ്ങാപ്പാലിൽ എല്ലാ മീനും ഇതേപോലെ നമുക്കൊന്ന് എല്ലാ മീനും തേങ്ങാപ്പാലിൽ മുങ്ങിന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ചല്ലേ ഉള്ളൂ, 1.5 കപ്പല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാലിലേക്കൊന്ന് ഡിപ്പാക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. 10 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി മത്തി റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പം മൂടി വയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒരുപാട് വറ്റി നമുക്ക് അടിയൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.